മിനിഞ്ഞാന്നത്തെ മലയാള മനോരമയുടെ വാർത്ത, മലയാള മനോരമയുടെ ഓൺലൈൻ റിപ്പോർട്ട് പറയുന്നത്, അതായത് ദേശീയ വാർത്തയാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. മനോരമയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമുള്ള എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പത്രം കൂടെയാണല്ലോ. കേരള സ്ലിപ്സ് ടു തേർഡ് ഇൻഫ്ലേഷൻ ഈസസ് ഇൻ സ്റ്റേറ്റ്, തെലുങ്കാന റീറ്റെയിൻ ഫസ്റ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ പച്ച മലയാളം എന്താണ്? കേരളം വിലക്കയറ്റത്തിൽ 3-ാം സ്ഥാനത്താണ്. നമ്മുടെ ഇന്ത്യയിൽ കോൺഗ്രസ് അപൂർവമായി ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നായ തെലുങ്കാനയാണ്. നമ്മൾ ഈ പാമ്പാടി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഒത്തുചേരുന്ന സമയത്ത് 1-ാം സ്ഥാനത്ത് ആ തെലുങ്കാനയാണ്. അതാണ് രണ്ട് കാര്യങ്ങളും. അത് മനോരമയുടെ വാർത്തയാണ്, മിനിഞ്ഞാന്നത്തെ വാർത്തയാണ്. അപ്പോൾ അതാണ് വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ അനുഭവം. അപ്പോൾ കോൺഗ്രസിന്റെ തെലുങ്കാനയാണോ, ഒന്നാമത് നിൽക്കുന്ന തെലുങ്കാനയിലാണോ വിലക്കയറ്റമുള്ളത്, അതോ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നാട്ടിലാണോ വിലക്കയറ്റമുള്ളത്? നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്ന ആളുകൾ പരിശോധിച്ച് സ്വീകരിച്ചാൽ മതി. പിന്നെ പറഞ്ഞു ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ഇതേപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ നമ്മുടെ നാട്ടിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും അച്ചടി മാധ്യമങ്ങളുടെയും 2016 പുറകിലുള്ള വാർത്തകളിലേക്ക് പോകാം. ഏറ്റവും ഒടുവിൽ എന്തെത്തി നിൽക്കുന്നു? ഞാൻ നമ്മുടെ നാട്ടിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശുമരണ നിരക്കിൻ്റെ കുറവ്, അതിനെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചത് നീതി ആയോഗിൻ്റെയും WHO-യുടെയും കണക്കിനെ സംബന്ധിച്ചാണ്. ശിശുമരണ നിരക്കിൻ്റെ കുറവിൽ അത് 1000-ലാണ് എടുക്കുന്നത്. 1000 കുഞ്ഞുങ്ങൾ കേരളത്തിൽ ജനിക്കുമ്പോൾ ഇപ്പോൾ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിരക്കെന്ന് പറയുന്നത് 5 US-ൽ അത് 5.6. അതിൻ്റെ പച്ചമലയാളം എന്താണ്? 2026 നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവരുടെ വയറിനുള്ളിൽ വളരുന്ന ഭ്രൂണം ആരോഗ്യമുള്ള കുഞ്ഞായി മാറാനുള്ള സാധ്യത അമേരിക്കയിലെ ന്യൂയോർക്കിനേക്കാൾ കൂടുതൽ കേരളത്തിൽ കോട്ടയത്തും പാമ്പാടിയിലും ഒക്കെ ആണെന്നുള്ളതാണ് അതിൻ്റെ പച്ചമലയാളം. തള്ളിക്കളയാൻ പറ്റുന്നില്ല, തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ശ്രീ ഫിൽസണി പറയുന്നത്. എല്ലാം രേഖ വെച്ചിട്ടാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ?